ആ ഇനിയിപ്പോ ഞാൻ വീട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രഷറിൽ പറയുകയാണെങ്കിൽ തന്നെ അപ്പം അവിടുന്ന് വല്ലാണ്ട് മാറിപ്പോവും. അപ്പോൾ മനസ്സിലായി. പിന്നെ കല്യാണം കഴിച്ച സമയത്ത് എൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിരുന്നു സത്യത്തിൽ. ഒരുപാട്. കാരണം ഒന്ന് എൻ്റെ ആ ഒരു ബുദ്ധിയില്ലായ്മ കൊണ്ടും പ്രായത്തിൻ്റെ ഒക്കെ ഉണ്ടാവാം. എന്നിട്ട് പോലും അവള് എന്നെ ക്ഷമിച്ചു, സഹിച്ചു. നമ്മളെ അങ്ങനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചില്ലേ, അതാണ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്ക് ഹന്നമോളെയാണ് കൂടുതൽ അറിയാം, ഹന്നമോളുടെ വാപ്പ എന്ന് പറഞ്ഞത്. പിന്നെയാണ് നമ്മൾ അറിയുന്നത് ഇതിനു മുമ്പേ 2 മക്കളുണ്ട്. ആ 2 മക്കളെ കുറിച്ച് പറയൂ. സിനാൻ ഇപ്പോ ഡിഗ്രി കഴിഞ്ഞു, ഇനിയിപ്പോ MBA ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ മകള് ഇപ്പൊ B.Pharm പഠിക്കുന്നുണ്ട്. ഏകദേശം അമ്മാസനൊക്കെ ആവാനായി. എന്താല്ലേ, പിള്ളേരൊക്കെ കല്യാണം കഴിക്കാൻ പ്രായമായില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, മക്കള് കല്യാണം കഴിക്കാൻ പ്രായത്തിൽ നിക്കാണല്ലോ, 20 വയസ്സിൽ കല്യാണം കഴിച്ച വാപ്പ അവർക്ക് കല്യാണത്തെ കുറിച്ച് എന്താ പറഞ്ഞു കൊടുക്ക? അല്ല, ഞാൻ അവനോട് പറയും, എന്തെന്നാടാ നിന്റെ പ്രായത്തില് എനിക്ക് നീയായിരിക്കുന്നത്. പിന്നെ അവന് പഠിക്കുന്ന കോളേജിൽ അവൻ ഒരു നല്ല സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവിടുത്തെ കുട്ടികളായിട്ടൊക്കെ ഫോട്ടോ ഇടുമ്പോൾ ഞാൻ പറയല്ല, ഇതിൻ്റെ ഞാൻ പറയിപ്പിച്ച മാതിരി പറയിപ്പിക്കോ അതൊക്കെ ചോദിക്കും. പിന്നെ ഞാൻ പറയണ്ടേ, അവർക്ക് ഇഷ്ടമുള്ള ആരാണെങ്കിലും ഞാൻ സമ്മതിക്കുന്നില്ല, പങ്കാളിയാക്കിക്കോളാൻ അല്ലേ.